എന്നെ കണ്ട കിണ്ണം കെട്ടുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ചിക്കൻ പോക്സ് വന്നതാണെന്ന് പറയുമോ എന്നെ കണ്ടാൽ? ഇല്ലല്ലോ. ദൈവം സഹായിച്ച് എൻ്റെ കഴുത്തിൻ്റെ മുകളിലോട്ട് വലുതായിട്ട് ചിക്കൻ പോക്സ് വന്നില്ല. മുഖത്ത് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ പോയി. വലിയ പാടുകളൊന്നും ഉണ്ടായില്ല. തലയിൽ നല്ലതുപോലെ വന്നായിരുന്നു. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണല്ലോ അല്ലേ, വീണ്ടും ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് നാൾക്ക് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പം ഒന്ന് ത്രെഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല. നന്നായിട്ട് കാട് പോലെ വളർന്നിട്ടുണ്ട്. കണ്ടാൽ പറയത്തില്ല, എങ്കിലും സാധാരണ രീതിയിൽ എനിക്ക് പിരുകം കുറവാണ്. അത് നല്ലപോലെ വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ള പുറപ്പാടാണ്. അപ്പം അതിനായിട്ട് അവിടെ പോകാനൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് സ്കിന്നൊന്നും കെയർ ചെയ്യാതിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടൊന്ന് പോകാം എന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞ് ഇപ്പോൾ ഉറങ്ങുകയാണ്. അവൻ ഉറങ്ങുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്ത് കഴിയണം. അല്ലെങ്കിൽ അവന് നിർബന്ധമുണ്ട് ഞാൻ തന്നെ എടുക്കണം എന്നുള്ള രീതിയിൽ. ചിക്കൻ പോക്സിന് ശേഷം അവന് ഇങ്ങനത്തെ നിർബന്ധമായത്. എന്നിൽ നിന്ന് ഒരു 5-6 ദിവസം അകന്ന് നിന്നതോടെ പിന്നെ അവന് പേടിയായി ഞാൻ അവനെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളത്. ഫേസ് സ്ക്രബ് ചെയ്ത് കഴിയിക്കപ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇവനെ വെച്ചിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം കടലമാവും തൈരും കാപ്പിപ്പൊടി, ഇതാണ് ഞാൻ എടുക്കുന്ന ഫേസ് പാക്ക്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എനിക്ക് എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടിയാണ്. നേരത്തെ ഞാനിത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു. അതിൻ്റെ റിസൾട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഡ്രസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായിട്ട് മോയ്സ്ചറൈസറും ഇട്ടിട്ട് കണ്ണും എഴുതി പൊട്ടും തൊട്ട് മുടിയും ചെയ്യി കെട്ടി ഒരു പോക്കും പോയി. കണ്ടോ, ഇത്രയുള്ള എൻ്റെ ഒരുക്കം. നമ്മുടെ അവിടെ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി താഴേന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടുന്ന് ബ്യൂട്ടി പാർലറിലേക്ക്. ഇതൊരു സാധാരണ ബ്യൂട്ടി പാർലറാണേ, വലിയ ഹൈടെക് ബ്യൂട്ടി പാർലറൊന്നുമല്ല. അപ്പം നമ്മളിവിടെ ത്രെഡിങ്ങിനൊക്കെ അവിടോട്ടായിരിക്കും എല്ലാവരും പോകുന്നത്. പോയിട്ട് വരുന്ന വഴിക്ക് മൊമോസൊക്കെ വാങ്ങിച്ചു. ഇവിടെ ഒരു നേപ്പാളി ചേച്ചിയുണ്ട്, നല്ല അടിപൊളി മൊമോസാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖം ഇങ്ങനെയാണ്, കുറച്ച് നേരത്തേക്ക് വീർത്ത് വേറൊരു ഷേപ്പിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതൊരു 3-4 ദിവസം കഴിഞ്ഞാലേ എൻ്റെ ഇത് ശരിയാവത്തുള്ളൂ. അപ്പം അടിപൊളി മൊമോസാണ്. എന്നെപ്പോലെ ആർക്കൊക്കെ ഉണ്ട് മൊമോസ് ഇഷ്ടമുള്ളത്? അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വിശേഷം. ബൈ, സീ യു.